ഏവർക്കും നമസ്കാരം. ഇന്ന് ജെയിംസ് എന്ന വ്യക്തിയും ഷിബു പീഡിഗയിൽ എന്ന പാസ്റ്ററും തമ്മിൽ ഡളസിൽ നടന്നു എന്ന് മനസ്സിലാക്കുവാനിടയാകുന്ന ഒരു സംവാദത്തെ പറ്റി കഴിഞ്ഞ ദിവസം ഞാൻ പങ്കിട്ട വീഡിയോ, അത് കണ്ട ശേഷം ജെയിംസ് എന്നെ വിളിക്കുകയും അദ്ദേഹത്തിൻ്റെ പ്രതികരണം പരാതി എന്ന പോലെ അറിയിക്കുകയും ചെയ്തു. ഇതിൽ അടങ്ങിയിരിക്കുന്ന കാര്യങ്ങൾ എന്നോട് സംസാരിക്കുവാൻ അദ്ദേഹത്തിന് താല്പര്യമുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ആ വീഡിയോ മുഴുവനും കണ്ടിട്ടില്ലായിരുന്നത് കൊണ്ട് അത് കണ്ട ശേഷം ആകാമെന്ന് പറഞ്ഞു. ഞാൻ ആ വീഡിയോ മുഴുവനും കണ്ട ശേഷം അദ്ദേഹത്തെ അറിയിച്ചു. പക്ഷെ അദ്ദേഹം വീണ്ടും എന്നെ വിളിച്ചില്ല. അങ്ങനെ ആയിരിക്കെ ഞാൻ ആ വീഡിയോയിൽ വെളിപ്പെടുത്തിയ ശക്തമായ നിലപാട് അതിൽ സംസാരിച്ചു വന്നപ്പോൾ ജെയിംസിനെ മൊണ്ണ എന്ന വാക്ക് ഉപയോഗിച്ച് ഞാൻ പരാമർശിച്ചു. അതിൽ ഞാൻ ദുഃഖിക്കുന്നു. അങ്ങനെ പറഞ്ഞു പോയതാണ്, പറയരുതാത്തതാണ് എന്ന് സമ്മതിക്കാൻ എനിക്ക് യാതൊരു മടിയുമില്ല. എങ്കിലും അത് പറഞ്ഞ പശ്ചാത്തലം ഞാൻ ന്യായീകരിക്കാൻ പറയുന്നതല്ല. റോമർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായത്തിൽ പൗലോസ് അപ്പോസ്തലൻ പറയുന്നു, അവർ പണ്ഡിതരാണ് എന്ന് നിഗമിച്ച് അവർ പാമരരായിപ്പോയി. ഇംഗ്ലീഷിൽ പ്രൊഫസിങ് ദംസെൽവ്സ് ടു ബി വൈസ് ദേ ബിക്കെയിം ഫൂൾസ്. ഫൂൾസ് എന്ന് പറഞ്ഞാൽ വിഡ്ഢികളെന്നാണ്. അതിൻ്റെ മലയാളമാണ് മൊണ്ണ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഞാൻ 46 വർഷം കേരളത്തിൽ ഇല്ലായിരുന്നത് കൊണ്ട് പദപ്രയോഗങ്ങൾ ഇപ്പോൾ നിലവിലുള്ളതാണ് എനിക്ക് മനസ്സിലിരിക്കുന്നത്. കേരളത്തിൽ ഇപ്പോൾ പൊതുവായിട്ട് ഉപയോഗിക്കുന്ന ഒരു പദപ്രയോഗമാണ് മൊണ്ണ വിശ്വാസി എന്നുള്ളത്. അപ്പോൾ ദൈവമുണ്ട് എന്നും ഇല്ല എന്നും വാദിക്കുന്ന, അല്ലെങ്കിൽ പ്രാർത്ഥന കേൾക്കുന്ന ഒരു ദൈവമുണ്ട് എന്നും അങ്ങനെ ഒരു ദൈവമില്ല എന്നും വാദിക്കുന്ന ജെയിംസും ഷിബു പീഡിഗയിലും ഒരേ തട്ടത്തിലാണ് നിൽക്കുന്നത്. അവർ രണ്ടുപേരും അവരുദ്ദേശിക്കുന്നത് പോലെ പരസ്പര വ്യത്യാസമുള്ളവരല്ല. അവർ രണ്ടുപേരും ഒരേ തരത്തിലുള്ള ആളുകളാണ്. ദൈവമില്ല എന്ന് ജെയിംസ് വിശ്വസിക്കുന്നു. ദൈവമില്ലാതെ ഒരിക്കലും തെളിയിക്കാൻ സാധ്യമല്ല. അതൊരു വിശ്വാസമാണ്. അപ്പോൾ ജെയിംസ് ഒരു കടുത്ത വിശ്വാസിയാണ്. അതുപോലെ തന്നെ ഈ ഷിബു പീഡിഗയിൽ എന്ന് പറയുന്ന പാസ്റ്റർ അവിശ്വാസിയായ ഒരു വിശ്വാസിയാണ്. ഞാൻ എൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. ആർക്കെങ്കിലും ഇതിനെപ്പറ്റി കൂടുതലായി സംസാരിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ കോണ്ടാക്ട് ചെയ്യാവുന്നതാണ്. വാസ്തവത്തിൽ ഷിബു പീഡിഗലിനേക്കാൾ വലിയ വിശ്വാസി ജെയിംസ് ആണ്. കാരണം അത്ര കട്ടിയായിട്ടാണ് അദ്ദേഹത്തിൻ്റെ വിശ്വാസം. അതായത് ദൈവമില്ല എന്ന വിശ്വാസം അദ്ദേഹം. ഏതായാലും അതല്ല, എനിക്ക് ഈ ഒരു വിഷയത്തെപ്പറ്റി നിങ്ങളോട് ചില കാര്യങ്ങൾ പറയാം. അതിനെപ്പറ്റി വ്യക്തത പ്രാപിക്കണമെന്നതുകൊണ്ട് മാത്രം. എനിക്ക് വ്യക്തികളെ വിമർശിക്കുന്നതല്ല എൻ്റെ താല്പര്യം. ദയവായി നിങ്ങൾ തെറ്റിദ്ധരിക്കും. നമുക്ക് നമ്മുടെ ചിന്ത ആരംഭിക്കുന്നതിന് ഒരു ചെറിയ എക്സസൈസ്. ഈ ജെയിംസിനെയും ഷിബു പീഡിഗയിലെയും വിളിച്ച് അവരോട് പറയുകയാണ്, യേശു പഠിപ്പിച്ചൊരു ഉപമയില്ലേ, അതായത് താലന്തുകളുടെ ഉപമ. അതിനെപ്പറ്റി ഒരു ഡിബേറ്റ് നടന്നു. എന്താണ് ഡിബേറ്റിൻ്റെ വിഷയം? താലന്ത് കിട്ടുന്നത് നല്ലതാണോ ശാപമാണോ? താലന്ത് നല്ലതാണോ, അനുഗ്രഹമാണോ ശാപമാണോ എന്നതിനെപ്പറ്റി ഒരു വിവാദം നടത്തിയാൽ താലന്ത് നല്ലതാണെന്നും ശാപമാണെന്നും ആ ഒരേ ഒരു ഉപമയിൽ കൂടെ നമുക്ക് തെളിയിക്കാൻ സാധിക്കും. നിങ്ങൾ ആ 3 വേലക്കാരിൽ ആരുടെ പക്ഷത്ത് ചേർന്ന് നിന്ന് ചിന്തിക്കുന്നു എന്നതിനെ അനുസരിച്ച്, ഇപ്പൊ 3-ാമത്തെ ഭൃത്യൻ, ദുഷ്ടനായ ഭൃത്യൻ, അവൻ്റെ ഇടത്ത് നിന്ന് നിങ്ങൾ താലന്തിനെ പറ്റി ചിന്തിച്ചാൽ താലന്ത് ലോകത്തിലേക്കും വലിയ അപകടമാണ് എന്നും ശാപമാണ് എന്നും നിങ്ങൾക്ക് കട്ടിയായിട്ട് വിശ്വസിക്കാൻ കഴിയും. അതിനെപ്പറ്റി ഘോരം പ്രസംഗിക്കാൻ കഴിയും, ജെയിംസ് പ്രസംഗിക്കുന്നത് പോലെ. എന്നാൽ അതേസമയം നിങ്ങൾ നല്ലവരും വിശ്വസ്തരുമായ ആ 2 ദാസന്മാരുടെ പക്ഷത്ത് നിന്ന് ചിന്തിച്ചാൽ താലന്ത് ഒരു വലിയ അനുഗ്രഹമാണ് എന്ന് നിങ്ങൾക്ക് വിശ്വസിക്കാനും അതുപോലെ തന്നെ ആത്മധൈര്യത്തോടെ പ്രസ്താവിക്കാനും കഴിയും. ഇവിടെ പ്രശ്നം താലന്തല്ല. ഇവിടെ പ്രശ്നം
ഈ ഭൃത്യന്മാരുടെ അവസ്ഥയാണ്. ഇത് ജെയിംസും ഷിബു പീഡിയക്കലും രണ്ടുപേരും തിരിച്ചറിയുന്നില്ല എന്നതാണ് ഇന്നത്തെ യാഥാർത്ഥ്യം. നിങ്ങൾ ആ വീഡിയോ മുഴുവനും കണ്ടാൽ മനസ്സിലാകും. സത്യാന്വേഷികളായി അവർ ഈ സംഭാഷണം ആരംഭിക്കുകയും അവർ പരസ്പരം ശത്രുക്കളായി മാറുകയും ചെയ്ത രംഗമാണ് നിങ്ങളവിടെ കാണുന്നത്. കാരണം രണ്ടുപേരും ഒരേ തട്ടത്തിൽ നിൽക്കുന്നവരാണ്. അവർ പരസ്പരം കീഴടക്കാനുള്ള ശ്രമത്തിലാണ്, സത്യം അന്വേഷിക്കാൻ വന്നവരല്ല. ഇത് ഏതായാലും നമുക്ക് മനസ്സിലാക്കാൻ ഇടയാകട്ടെ. ഇങ്ങനെയുള്ള കാര്യങ്ങൾ, സംഗതികൾ കുറച്ചുകൂടെ വ്യക്തമായി മനസ്സിലാക്കാനുള്ള ഒരു അവസരം സൃഷ്ടിക്കുന്നു. അത് നാം പ്രയോജനപ്പെടുത്തുന്നത് കാര്യങ്ങളെ മനസ്സിലാക്കാൻ സഹായിക്കുമെന്നത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നത് തന്നെ. ഇനിയും ഇവരുടെ വിവാദ വിഷയം എന്താണ്? പ്രാർത്ഥന കേട്ട് ഉത്തരമരുളുന്നൊരു ദൈവം സ്വർഗത്തിലുണ്ടോ? ഇല്ല എന്ന് ജെയിംസ് കട്ടായം പറയുന്നു, ഉണ്ട് എന്ന് ഷിബു കട്ടായം പറയുന്നു. രണ്ടുപേരും കട്ടായം പറയുകയാണ്. ഇതിന്റെ സത്യം എന്താണ്? ഇവിടുത്തെ പ്രശ്നം ദൈവമുണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല. പ്രാർത്ഥന ദൈവം കേൾക്കുമോ, കേട്ടാൽ ഉത്തരം, ഇതല്ല ഇവിടുത്തെ പ്രശ്നം. പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, മനുഷ്യർക്ക് സത്യം അറിയുവാനും അംഗീകരിക്കുവാനുമുള്ള സ്വാതന്ത്ര്യമുണ്ടോ? അത് ഈ ഡിബേറ്റിൽ കൂടെ എൻ്റെ ഉത്തരം നിങ്ങൾക്ക് കാണാൻ കഴിയും. രണ്ടു കൂട്ടർക്കും, ദൈവവിശ്വാസി എന്ന് പറയുന്ന ഷിബുവിനും ദൈവമില്ല എന്ന് സാക്ഷ്യം പിടിക്കുന്ന ജെയിംസിനും, രണ്ടുപേർക്കും തുല്യമായി ഇല്ലാത്തൊരു കാര്യം സത്യം അറിയുവാനും അംഗീകരിക്കുവാനുമുള്ള സ്വാതന്ത്ര്യമില്ല എന്നതാണ്. ഇതുപോലെ വിചിത്രമായ ഒരു യാഥാർത്ഥ്യമാണ്. ഇത് നാം മനസ്സിലാക്കാതെ പോകരുത്. നമുക്കിത് കുറച്ചുകൂടെ മനസ്സിലാക്കാം. പ്രാർത്ഥന കേട്ട് ഉത്തരമരുളുന്നൊരു ദൈവമുണ്ടോ? ഒന്നാമതായിട്ട് എനിക്ക് പറയാനുള്ളത്, ചില പ്രാർത്ഥനകൾക്ക് ഉത്തരം ലഭിക്കുന്നുണ്ട്, എക്കാലത്തും ലഭിച്ചിട്ടുണ്ട്, ഇല്ലെന്ന് പറയാൻ സാധ്യമല്ല. അനുഭവത്തിൽ കൂടെ നിങ്ങൾ ചിന്തിച്ചാൽ പ്രാർത്ഥനകൾക്ക് ഉത്തരം ലഭിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ എല്ലാ പ്രാർത്ഥനകൾക്കും ഉത്തരം ലഭിക്കരുത്. അപ്പോൾ ചില പ്രാർത്ഥനകൾക്ക് ഉത്തരം ലഭിക്കുന്നില്ല എന്നത് എന്താണ് തെളിയിക്കുന്നത്? അത് ഞാൻ നിങ്ങളുടെ അന്വേഷണത്തിൽ വിടുകയാണ്. രണ്ടാമതായിട്ട് എനിക്ക് പറയാനുള്ളത്, നമ്മുടെ ചില പ്രാർത്ഥനകൾ ഫലിക്കുന്നില്ല എന്നത് ദൈവം ഇല്ല എന്നതിനെ സൂചിപ്പിക്കുന്നുവോ, അല്ല ദൈവം മണ്ടനല്ല എന്നത് സൂചിപ്പിക്കുന്നുവോ, അല്ലെങ്കിൽ ദൈവം മുഖസ്തുതി കൊണ്ട് വീണു പോകുന്നവനല്ല എന്ന് തെളിയിക്കുന്നുവോ, അല്ല ദൈവം നമ്മേക്കാൾ യാഥാർത്ഥ്യബോധവും അറിവുമുള്ള ഒരു പ്രതിഭാസമാണ് തെളിയിക്കുന്നു. നിങ്ങൾ എന്താണ് വിചാരിക്കുന്നത്? എൻ്റെ അനുഭവത്തിൽ നിന്ന് എനിക്ക് പറയാൻ കഴിയും, കഴിഞ്ഞ കാലങ്ങളിൽ ഞാൻ ആഗ്രഹിച്ചത് ഒട്ടുമുക്കാലും എൻ്റെ അറിവുകേട് കൊണ്ടാണ്. ആ ആഗ്രഹങ്ങൾ കേന്ദ്രീകരിച്ച് ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ എൻ്റെ പ്രാർത്ഥനയ്ക്ക് ഒരു മറുപടിയും ലഭിച്ചില്ല എന്നത് ഓർത്ത് ഞാൻ ഇന്ന് ദൈവത്തെ സ്തുതിക്കുന്നു. ഞാൻ കൂടുതൽ ദൈവത്തെ ഇന്ന് സ്തുതിക്കുന്നത് എൻ്റെ പ്രാർത്ഥന കേട്ട് അതുപോലെ ദൈവം എൻ്റെ ഇച്ഛ അനുസരിച്ച് നൃത്തം ചവിട്ടിയില്ല എന്നതുകൊണ്ടല്ല. ഞാൻ യഥാർത്ഥത്തിൽ ദൈവത്തെ സ്തുതിക്കുന്നത് എൻ്റെ പല പ്രാർത്ഥനകൾക്കും ദൈവം മറുപടി, ഞാൻ പ്രതീക്ഷിച്ച് ആഗ്രഹിച്ച മറുപടി നൽകിയില്ല എന്ന് തന്നെയാണ്. അതുകൊണ്ട് എൻ്റെ അനുഭവത്തിലൊക്കെ പറഞ്ഞാൽ, പ്രാർത്ഥനയ്ക്ക് ഉത്തരമല്ലാത്ത ഒരു ദൈവമുണ്ട് എന്നതിൻ്റെ തെളിവാണ്. അല്ലാതെ ജെയിംസ് പറയുന്നത് പോലെ ഞാൻ ഇന്ന കാര്യം പറഞ്ഞു, ഇപ്പം കെട്ടിടത്തിന് മുകളിൽ നിന്ന് ചാടിയപ്പോൾ വീണ് എൻ്റെ കാലൊടിച്ചു പോയി, അതുകൊണ്ട് ദൈവമല്ല എന്ന് പറയണമെങ്കിൽ അതെന്തോ ഒരു യുക്തിയാണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ഇപ്പൊ പ്രാർത്ഥിച്ചിട്ട് പെരയുടെ മേളിൽ കിടന്ന് ചാടിയപ്പം എൻ്റെ കാലൊടിഞ്ഞു പോയി, അതുകൊണ്ട് ദൈവമല്ല എന്ന് പറയണമെങ്കിൽ ആ യുക്തി ഇല്ലാതിരിക്കുന്നതാണ് നല്ലത്. ഇപ്പൊ പ്രാർത്ഥന എന്താണെന്നും അതിൻ്റെ ഉദ്ദേശം എന്താണെന്നും ഈ പ്രാർത്ഥന കേൾക്കുന്ന ദൈവത്തിൻ്റെ സ്വഭാവം എന്താണെന്നും ഇപ്രകാരമുള്ള ക്രമീകരണം തന്നെ അനുവദിക്കാനുള്ള കാരണവും ഉദ്ദേശവും എന്താണെന്ന് ഒന്നും ചിന്തിക്കാതെ തോന്നിയാസം കാണിച്ചിട്ട് അതിൻ്റെ കെടുതി അനുഭവിക്കാതെ വേണം സംരക്ഷിക്കുക ദൈവത്തിൻ്റെ കടമയാണ് എന്നതാണ് ഒരു വ്യക്തി മനസ്സിലാക്കുന്നതെങ്കിൽ ആ യുക്തി ഇല്ലാത്തവർ ഭാഗ്യവാന്മാർ എന്നല്ലാതെ ഞാൻ എന്ത് പറയാനാണ്. ഇനി ഇവർ തമ്മിലുള്ള ഈ ഒരു ഡിബേറ്റ് അത് നമ്മെ വിളിച്ചറിയിക്കുന്ന ഒരു യാഥാർത്ഥ്യമുണ്ട്. അത് നിങ്ങൾ വളരെ വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ
താല്പര്യമുള്ളവരാണ് എന്ന് ഞാൻ കരുതുകയാണ്. അതുകൊണ്ട് ഞാൻ അതിനെപ്പറ്റി രണ്ട് കാര്യങ്ങൾ പറയട്ടെ. ഈ യാഥാർത്ഥ്യം ഇതിൽ പങ്കെടുക്കുന്ന വളരെ വാശിയോടും വീര്യത്തോടും പങ്കെടുക്കുന്ന ജെയിംസും ഷിബു പീഡിയക്കലും അറിയുന്നില്ല അവരെ പറ്റിയുള്ള യാഥാർത്ഥ്യം. അതെന്താണ്? പൗലോസ് അപ്പോസ്തലൻ കൊരിന്ത്യർക്ക് ലേഖനം എഴുതുമ്പോൾ 1-ാം ലേഖനത്തിന്റെ 13-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്, നാം ഇപ്പോൾ ഭാഗികമായി മാത്രം കാണുന്നു. ഇത് വളരെ പ്രാധാന്യമർഹിക്കുന്ന ഒരു വെളിപ്പെടുത്തലാണ്. മനുഷ്യന്റെ അറിവ് എപ്പോഴും ഭാഗികമാണ്. പക്ഷേ അറിവില്ലാത്തവർക്ക് അവരുടെ ഉള്ള അല്പത്തരത്തിൻ്റെ അറിവാണ് ലോകത്തിലെ എല്ലാ അറിവിൻ്റെയും സമാഹാരമെന്ന് അവർ വിചാരിക്കും. പ്രസിദ്ധ ചിന്തകനായിരുന്ന ജർമ്മൻ എഴുത്തുകാരനായിരുന്ന ഗേഥ GOETH അദ്ദേഹം പറഞ്ഞൊരു കാര്യം അതാണ്, എൻ്റെ അറിവ് വർദ്ധിക്കുന്നതോറും അതിൻ്റെ അല്പത്തരം എത്രയാണ് വലുതാണ് എന്ന് ഞാൻ അറിഞ്ഞുകൊണ്ടേയിരിക്കും. അറിവില്ലാത്തവർക്കാണ് അവർ പിടിച്ചിരിക്കുന്ന ചെറിയ മുറിയുടെ അറിവ് മാത്രമേ ലോകത്തിലുള്ളൂ എന്ന നിർബന്ധം പിടിക്കാൻ സാധിക്കുന്നത് എന്നാണ് ആ വലിയ മനുഷ്യൻ പറയുന്നത്. അപ്പോൾ പൗലോസ് അപ്പോസ്തലൻ തന്നെയാണ് പറയുന്നത്, നാം ഇപ്പോൾ ഭാഗികമായി മാത്രം അറിയുന്നു. അതുകൊണ്ട് എന്ത് സംഭവിക്കുന്നു? ഒരു യാഥാർത്ഥ്യത്തെ എടുത്താൽ അതിനെ പല കഷ്ണങ്ങളായി കീറി മുറിച്ച് അതിൻ്റെ ഒരു കഷ്ണത്തെ മാത്രം അള്ളിപ്പിടിച്ച് അത് മാത്രമാണ്, അതിൽ ഉൾക്കൊള്ളാത്തതൊന്നും യാഥാർത്ഥ്യമല്ല എന്ന നിശ്ചയം പിടിക്കുന്ന, കട്ടായം പിടിക്കുന്ന വിഡ്ഢിത്തരമാണ്, മൊണ്ണത്തരമാണ് മനുഷ്യർക്കുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ആ പദം പ്രയോഗിച്ചത്. പക്ഷേ അത് ജെയിംസിന് മുറിവേൽപ്പിച്ചു എന്ന് ഓർത്ത് ഞാൻ ദുഃഖിക്കുന്നു. ഞാൻ ആ പദം തിരിച്ചെടുത്തിരിക്കുന്നു. ഞാൻ അദ്ദേഹത്തോട് ക്ഷമ ചോദിക്കുന്നു. അപ്പോൾ നാം അറിയുന്ന, ഇപ്പോൾ ഉദാഹരണമായിട്ട് പ്രാർത്ഥന, പല പ്രാർത്ഥനകൾക്കും ഉത്തരം ലഭിക്കുന്നില്ല എന്നൊരു യാഥാർത്ഥ്യമാണ്, യാതൊരു സംശയമില്ല. എന്നാൽ അത് മാത്രമേ ഉള്ളൂ എന്ന് പറയുമ്പോഴാണ് പ്രശ്നം. എന്തുകൊണ്ടാണ് പല പ്രാർത്ഥനകൾക്കും ഉത്തരം കിട്ടാത്തത് നാം അന്വേഷിക്കാറില്ല. അവിടെയും ഒരു പ്രശ്നമാണ്. അതുകൊണ്ട് പൗലോസ് അപ്പോസ്തലൻ പറയുന്നത് പോലെ നാം ഇപ്പോൾ ഭാഗികമായി മാത്രം കാണുന്നു, ഭാഗികമായി മാത്രം അറിയുന്നു. അതുകൊണ്ട് എന്ത് വേണം? നമുക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ അല്പം സൗമ്യത വേണം, ഹ്യൂമിലിറ്റി വേണം. നമുക്കറിയാൻ വയ്യാത്ത വലിയ അറിവിൻ്റെ ഒരു ചെറിയ തരി മാത്രമേ എൻ്റെ ബോധതലത്തിൽ എവിടെയോ തട്ടിയിട്ടുള്ളൂ, അതുപോലും എനിക്ക് പൂർണ്ണമായി അറിഞ്ഞുകൂടാ എന്ന തിരിച്ചറിവിൽ കുറച്ചൊക്കെ സൗമ്യത ഉണ്ടായിരിക്കുന്നത് നല്ലതാണ്. മാത്രവുമല്ല, നാം അറിയുന്നത് നാം എവിടെ നിൽക്കുന്നു എന്നതിനെ ആശ്രയം. അതുകൊണ്ടാണ് ഞാൻ താലന്തുകളുടെ ഉപമയെപ്പറ്റി ആദ്യമേ സൂചിപ്പിച്ചത്. ഈ തരുണത്തിൽ ഹെയ്ഗൽ എന്ന് പറയുന്ന പ്രസിദ്ധ ഫിലോസഫർ പറഞ്ഞൊരു കാര്യം, അദ്ദേഹം ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ഒരു സിംഹത്തിന് ഒരു എലിയുടെ പൊത്തിൽ ഇടമില്ല എന്നതുകൊണ്ട് സിംഹമില്ല എന്ന് തെളിയിക്കപ്പെടുന്നുണ്ട്. എലികളുടെ ഇടയിൽ ഒരു സംവാദം നടക്കുകയാണ്, സിംഹമുണ്ടോ ഇല്ലയോ. അപ്പോൾ ഒരു എലി എഴുന്നേറ്റ് വാദിക്കുകയാണ്, സിംഹം എന്ന് പറയുന്ന ഒരു മിഥ്യയാണ്. കാരണം നമ്മുടെ ഈ പൊത്തിനകത്ത് ഒരു സിംഹത്തെ ഞാൻ കണ്ടിട്ടില്ല. ഈ പൊത്തിന് വെളിയിലിറങ്ങാതെ ഇതിനകത്ത് മാത്രം ഇരിക്കുന്ന എലിയെ സംബന്ധിച്ചിടത്തോളം അതാണ് പരമം സത്യം, അതിനപ്പുറത്തൊരു സത്യമല്ല. കാരണം അങ്ങനെയൊന്നും കണ്ടിട്ടില്ല. ഇവിടെ ഒരു സിംഹം ഉണ്ടെന്ന് കാണിക്കാൻ സാധിക്കും. എന്നാൽ എലിപ്പൊത്തിലിരിക്കേണ്ട ഒരു പ്രതിഭാസമല്ല സിംഹമെന്ന അറിവുണ്ടായാൽ മാത്രമേ ആ ഒരു ഡിബേറ്റ് കൊണ്ട് എന്തെങ്കിലും സത്യം തെളിയിക്കാൻ സാധിക്കുകയുള്ളൂ. ഇത് എൻ്റെ അഭിപ്രായമല്ല, ഇത് ഹെയ്ഗൽ പറഞ്ഞ കാര്യമാണ്. അത് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നു എത്രമാത്രം. ഇനിയും യേശുവിനെ നാം ശ്രദ്ധിക്കുമ്പോൾ യേശുവിൽ കാണുന്ന ബുദ്ധി എന്താണ്? പരസ്പര വിരുദ്ധമെന്ന് നമ്മുടെ പരിമിതമായ ബുദ്ധിയിൽ തോന്നുന്ന കാര്യങ്ങളെ കോർത്തിണക്കിയിട്ടാണ് യേശു യാഥാർത്ഥ്യങ്ങളുടെ പൂർണ്ണ രൂപം വെളിപ്പെടുത്തുവാൻ ശ്രമിക്കുക. ഇത് വളരെ പ്രാധാന്യമർഹിക്കുന്ന ഒരു വിഷയമായതുകൊണ്ട് ഞാൻ കുറച്ചൊന്ന് വിശദീകരിക്കാൻ ശ്രമിക്കുകയാണ്. ഉദാഹരണമായിട്ട് നമ്മുടെ ഇടയിൽ പ്രത്യേകിച്ച് പൊളിറ്റിക്കൽ ഫിലോസഫിയിൽ എപ്പോഴും ഒരു ചോദ്യം, ഒരു ഡിബേറ്റ് ഉണ്ട്. എന്താണ്? വ്യക്തിയാണോ സമൂഹമാണോ വലുത്? ഇത് കഴിഞ്ഞ 2500 വർഷമായിട്ട് വളരെ കാര്യക്ഷമമായി ഡിബേറ്റ് ചെയ്തു വരുന്നൊരു ചോദ്യമാണ്. ഇതിൻ്റെ വ്യാപ്തി വളരെ വലുതാണ്. വ്യക്തിക്കാണോ പ്രാധാന്യം കൊടുക്കേണ്ടത് അല്ലെങ്കിൽ സമൂഹത്തിനാണ്? ഇവിടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ നോക്കിയാൽ അതിൽ രണ്ടിനും പ്രാധാന്യം കൽപ്പിച്ചിരിക്കുന്നതായി കാണാം. അതാണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഒരു മഹിമ. അതിൻ്റെ വിശദാംശങ്ങൾ ഞാൻ പ്രതിപാദിക്കാൻ സമയം കൈവിട്ടു പോകും എന്നതുകൊണ്ട് ഞാൻ അതിലേക്ക് തിരിയുന്നില്ല. അത് യേശുവിൻ്റെ കാഴ്ചപ്പാടിനോട് സമമാണ് എന്ന് മാത്രം പറഞ്ഞ് ഞാൻ അതിൻ്റെ ചില കാര്യങ്ങൾ ഞാൻ വെളിപ്പെടുത്താൻ താല്പര്യപ്പെടുകയാണ്.
ഇപ്പൊ യേശു പറയുന്നത് വ്യക്തികളും മനുഷ്യരാശിയും ഒന്നുപോലെ പ്രാധാന്യം അർഹിക്കുന്നതാണ്. ആ മനുഷ്യരാശിക്ക് വേണ്ടി വ്യക്തികളെയും വ്യക്തികൾക്ക് വേണ്ടി മനുഷ്യരാശിയെയും തള്ളിക്കളയരുത്. ഉദാഹരണമായിട്ട് നഷ്ടപ്പെട്ടു പോയ ആടിൻ്റെ ഉപമ. അതിനകത്ത് 99 എന്ന് പറയുന്നത് ഒരു കൂട്ടമാണ്. അവിടെ അപകടത്തിൽപ്പെട്ട ഒരു ആടിൻ്റെ സംരക്ഷണത്തിന് വേണ്ടി കൂട്ടത്തെ ഉപേക്ഷിച്ചു പോകുന്ന ഒരു ആട്ടിടയനെ യേശു ചിത്രീകരിക്കുകയാണ്. അതുകൊണ്ട് ഒരു വ്യക്തിയുടെ മഹാത്മ്യം എത്ര വലുതാണ്, വില എത്ര വലുതാണെന്ന് സൂചിപ്പിക്കും. എന്നാൽ അതേസമയം തന്നെ യേശു പറയുന്നു, ഞാൻ മനുഷ്യ ജാതിക്ക് വേണ്ടി എന്നെ തന്നെ യാഗമായി അർപ്പിക്കാൻ വന്നവനാണ്. രണ്ടും കൂടെ ചേർക്കുമ്പോൾ മാത്രമേ സത്യത്തിൻ്റെ പൂർണ്ണത, അത് അല്ലാതെ നോക്കിയാൽ രണ്ടും പരസ്പര വിരുദ്ധമാണ് എന്ന് നമുക്ക് തോന്നും. പക്ഷേ പരസ്പര വിരുദ്ധമെന്ന് തോന്നുന്ന രണ്ട് ഘടകങ്ങളും കൂട്ടിച്ചേർക്കുമ്പോൾ മാത്രമേ സത്യത്തിൻ്റെ പൂർണ്ണ രൂപം വെളിപ്പെട്ടു വരികയുള്ളൂ എന്നതാണ് യേശുവിൽ കൂടെ എനിക്ക് മനസ്സിലാക്കാൻ ഇടയായിട്ടുള്ളത്. അപ്പോൾ നാം ഓരോരുത്തരും നമ്മളിൽ തന്നെ വളരെ വിലയേറിയവരാണ്. അതേസമയം തന്നെ നാം ആരാണ്? ലോകത്തിൻ്റെ വെളിച്ചമാണ്. രണ്ടും കൂടെ ചേരണം. ഇപ്പം ഞാൻ വലിയ ആളാണെന്ന് പറഞ്ഞിരുന്നെന്ന് വെച്ച് എൻ്റെ ഉള്ളിൽ അന്ധകാരമാണെങ്കിൽ, മനുഷ്യരാശിക്ക് എന്നെ കൊണ്ട് പ്രയോജനമില്ലെങ്കിൽ പിന്നെ ഒരു കാര്യവും പറഞ്ഞിട്ട് അർത്ഥമില്ല. ഞാൻ എന്നിൽ തന്നെ വളരെ വിലയേറിയവനാണെന്ന് വിശ്വസിക്കാൻ ഞാൻ ബാധ്യസ്ഥനാണ്. അതേസമയം തന്നെ എൻ്റെ വില എന്താണ്? ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാണ്. ഈ ഒരു സമന്വയം, ദിസ് ഹാർമണി ഓഫ് ദി ഓപ്പോസിറ്റ്സ്, അതാണ് യേശുവിൻ്റെ ബുദ്ധി. അത് ജെയിംസിനോട് പറഞ്ഞാലും ഈ പീഡിയയിലോട് പറഞ്ഞാലും വിലപ്പോകത്തില്ല എന്നത് വളരെ സങ്കടകരമായ ഒരവസ്ഥയാണ്. ഇനിയും ക്രിസ്ത്യാനികളെ സംബന്ധിച്ചിടത്തോളം പൊതുവായി നമ്മുടെ അവസ്ഥയുടെ ഒരു പരിതാപകരമായ അവസ്ഥയെപ്പറ്റി ഒന്ന് മനസ്സിലാക്കുമ്പോൾ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ, അത് പരസ്പര വിരുദ്ധമായ കാര്യങ്ങൾ കാണുമ്പോൾ കണ്ണടച്ച് അതിനെപ്പറ്റി ചിന്തിക്കുന്നത് പാപമാണ്. ഉദാഹരണമായിട്ട് ഇങ്ങനെയുള്ള പരസ്പര വിരുദ്ധമായ കാര്യങ്ങൾ സത്യത്തിൻ്റെ രണ്ട് കരങ്ങളാണ്, ദ ടു ആംസ് ഓഫ് ട്രൂത്ത് എന്നത് ദഹിക്കാൻ പ്രാപ്തിയുള്ള വിശ്വാസികൾ ഇല്ല, അവിശ്വാസികളുമില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ജെയിംസും ഷിബുവും ഒരേ നാണയത്തിൻ്റെ രണ്ട് മുഖങ്ങളാണ് എന്ന് പറയാൻ കാര്യം. ഉദാഹരണമായിട്ട് മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം, അവിടെ യേശു പറയുന്നു, നിങ്ങൾ മതപരമായ ആചാരങ്ങൾ നടത്തുമ്പോൾ നിങ്ങൾ രഹസ്യത്തിലായിരിക്കണം, പരസ്യമരുത്. അതേ സമയത്ത് തന്നെ യേശു പറയുന്നു, നിങ്ങളുടെ വെളിച്ചം മറ്റുള്ളവരുടെ മുമ്പിൽ പ്രകാശിക്കട്ടെ. അത് പരസ്യമാണത്. ഈ രഹസ്യവും പരസ്യവും തമ്മിലുള്ള വേർപെടുത്തലാണ് നമ്മുടെ പ്രശ്നം. എല്ലാറ്റിനും ഒരേ ഘടകത്തിന് തന്നെ രണ്ട് വശങ്ങളുണ്ട്. നമുക്ക് തന്നെ രഹസ്യമായ ഒരു ജീവിതമുണ്ട്, പരസ്യമായ ഒരു ജീവിതമുണ്ട്. ഇപ്പം രഹസ്യമായ ജീവിതത്തിൽ കഴിയുന്നത് പോലെ പരസ്യമായി ജീവിക്കാനൊക്കത്തില്ല. ഇപ്പോൾ ഞാൻ രഹസ്യമായിട്ട് ഞാൻ കുളിമുറിയിൽ പോയി കുളിക്കുന്നു. ആ കുളിക്കുന്നത് പോലെ എനിക്ക് വഴിയെ നടക്കാനൊക്കത്തില്ല. എന്നാൽ കുളിച്ചില്ലെങ്കിലും എനിക്ക് വഴിയെ നടക്കാനൊക്കത്തില്ല. വഴിയെ നടക്കാനുള്ള സ്വാതന്ത്ര്യമില്ല, പിന്നെ കുളിച്ചിട്ട് വലിയ കാര്യമൊന്നുമില്ല. കുളിക്കരുതെന്നല്ല ഞാൻ ഈ പറയുന്നത്, തെറ്റിദ്ധരിക്കരുത്. ഞാൻ പറഞ്ഞു വന്നത് രണ്ടും കൂടെ ചേർന്നാൽ മാത്രമേ യാഥാർത്ഥ്യത്തിൻ്റെ പൂർണ്ണ രൂപമാകുകയുള്ളൂ എന്ന ആത്മീയ സത്യം അത് യേശുവിൽ കൂടെ മനസ്സിലാക്കാൻ ഇടയായതുകൊണ്ട് ഞാൻ സൂചിപ്പിക്കുന്നു മാത്രമാണ്. പക്ഷെ നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ പരിമിതി എന്താണ്? എന്തെങ്കിലും കണ്ടാൽ അതിൻ്റെ ഒരു മുറി മാത്രമാണ് അള്ളിപ്പിടിച്ച്, അത് മാത്രമേ ഉള്ളൂ, അപ്പുറത്തൊന്നുമില്ല. കാരണം ചെറുപ്പം മുതലേ അങ്ങനെയുള്ള പരിശീലനമാണ് നമുക്ക് ലഭിക്കാൻ ഇടയായിട്ടുള്ളത്. ഇത് വളരെ വളരെ ഡിസപ്പോയിൻറ്റിങ് ആണ്, വളരെ നിരാശാജനകമാണ്. ഇതുകൊണ്ട് നമ്മുടെ അവസ്ഥ വളരെ പരിതാപകരമാണ് എന്ന് മനസ്സിലാക്കാൻ ദയവായി കൂട്ടാക്കണമേ. ഇപ്പം നമുക്ക് വിശ്വാസവും അവിശ്വാസവും ഒന്നാണ് എന്ന് യഥാർത്ഥത്തിൽ പറഞ്ഞാൽ ആളുകൾ ഞെട്ടിപ്പോകും. യേശു ഒരു അവിശ്വാസിയായിരുന്നു, അതുകൊണ്ടാണ് അദ്ദേഹം വിശ്വാസിയായതെന്ന് പറഞ്ഞാൽ അത് സത്യമാണ് എങ്കിലും അതെന്താണെന്ന് ഞാൻ പറയാം. യഹൂദ മത ആചാര പ്രമാണമുള്ള കാര്യങ്ങൾ യഹൂദൻ പറഞ്ഞത് മുഴുവനും യേശു വിശ്വസിച്ചിരുന്നുവെങ്കിൽ ക്രിസ്തുമതം ഉണ്ടാകുമായിരുന്നില്ല. യഹൂദ മതത്തിൻ്റെ പേരിൽ അന്ന് പ്രചരിപ്പിക്കപ്പെട്ടുകൊണ്ടേയിരിക്കുന്ന പല കാര്യങ്ങളിലും യേശു പരിപൂർണമായി അവിശ്വസിച്ചത് കൊണ്ടാണ് അതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു ആത്മീയ ദർശനം, ദൈവരാജ്യ സങ്കല്പം ഉണ്ടായത്. അപ്പോൾ ഉത്തരവാദിത്വ ബോധമുള്ള ദൈവിക ബോധത്താൽ പ്രശോഭിതമായ ഒരു അവിശ്വാസമുണ്ടെങ്കിൽ മാത്രമേ
യഥാർത്ഥ വിശ്വാസം ഉണ്ടാകുകയുള്ളൂ. അല്ലാത്ത വിശ്വാസം അന്ധവിശ്വാസമായിരിക്കും. നമ്മൾ ക്രിസ്ത്യാനികൾക്ക് പറ്റിക്കൊണ്ടിരിക്കുന്ന വലിയ അപകടം ഇതാണ്. എന്തു പറഞ്ഞാലും വിശ്വസിക്കും. ആന ചേനയാണെന്ന് പറഞ്ഞാലും വിശ്വസിക്കും. കാള പറ്റുമെന്ന് പറഞ്ഞാൽ വിശ്വസിക്കും. കാറെടുക്കാൻ ഓടും. നമ്മളെ അങ്ങനെയാണ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. അവിശ്വാസമുണ്ടെങ്കിൽ മാത്രമേ യഥാർത്ഥ വിശ്വാസം എന്തായിരിക്കണമെന്ന് നാം അന്വേഷിക്കുകയുള്ളൂ. യേശു പല കാര്യങ്ങളും അവിശ്വസിച്ചു എന്ന് ക്രിസ്ത്യാനികൾ മനസ്സിലാക്കുന്നില്ല. അതുകൊണ്ടാണ് വേറിട്ട ഒരു ആത്മീയ ദർശനം അവൻ്റെ ഉള്ളിൽ ഉരുത്തിരിഞ്ഞു വന്നത് എന്ന് ദയവായി മനസ്സിലാക്കാം. നമുക്കറിയാം, നമ്മുടെ ഇടയിലും യേശുവിൻ്റെ ശിഷ്യന്മാരുടെ ഇടയിൽ പോലും ഉണ്ടായിരുന്നൊരു വലിയ വിവാദമാണ് ദൈവവും മനുഷ്യനും. ദൈവമാണെങ്കിൽ ദൈവം, മനുഷ്യനാണെങ്കിൽ മനുഷ്യൻ. മനുഷ്യന് ദൈവമാനൊക്കത്തില്ല, ദൈവത്തിന് മനുഷ്യാനൊക്കത്തില്ല. ഇത് ഫിലോസഫിയിലും പറയുന്ന കാര്യമാണ്. നിങ്ങൾ കീർക്കെഗാർഡിൻ്റെ ഫിലോസഫി വായിച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹം വളരെ വ്യക്തമായി സുദീർഘമായി കൈകാര്യം ചെയ്തൊരു വിഷയമാണിത്. മനുഷ്യൻ്റെ ബുദ്ധിയിൽ കവിയാത്ത പ്രശ്നങ്ങളിൽ ഏറ്റവും വലുത് എങ്ങനെയാണ് ദൈവം മനുഷ്യനായി തീരുക എന്നുള്ളതാണ്. ദൈവം ദൈവമാണ് എന്ന് മനുഷ്യർ അംഗീകരിക്കാൻ പറ്റും. മനുഷ്യൻ മനുഷ്യനാണ് എന്ന് മനുഷ്യന് അംഗീകരിക്കാൻ പറ്റും. പക്ഷെ ദൈവത്തിന് മനുഷ്യനായി തീരാൻ അംഗീകരിക്കാൻ സാധ്യമല്ല. എന്നാൽ അതാണ് ക്രിസ്തീയ ആത്മീയ ദർശനത്തിൻ്റെ ഹൃദയത്തുടിപ്പ് എന്ന കീർക്കെഗാർഡ് പറയുന്നതിനോട് ഞാൻ 100% യോജിക്കുകയാണ്. അദ്ദേഹം പത്രോസിന്റെ അവസ്ഥയെപ്പറ്റി പറയുമ്പോൾ കീർക്കെഗാർഡ് പറയുന്നത്, പത്രോസിനെ സംബന്ധിച്ചിടത്തോളം യേശു ദൈവമായിരുന്നു എന്നതിനെപ്പറ്റി അവൻ്റെ ഉള്ളിൽ യാതൊരു സംശയവും ഉണ്ടായിരുന്നില്ല. പക്ഷെ അവൻ അംഗീകരിക്കാൻ വയ്യാതെ പോയത് യേശു മനുഷ്യനായിരുന്നു എന്നതാണ്. അതുകൊണ്ടാണ് ഇത് കീർക്കെഗാർഡിന്റെ ചിന്ത വളരെ ചിന്തോദ്ദീപകമാണ്. അദ്ദേഹം പറയുന്നത് യേശു മനുഷ്യനായിരുന്നു എന്ന കാര്യം കൂടെ അംഗീകരിക്കാൻ വയ്യാഞ്ഞത് കൊണ്ടാണ് പത്രോസ് കയ്യഫാവിൻ്റെ ആ മുറ്റത്ത് വെച്ച് പരീക്ഷിക്കപ്പെട്ടപ്പോൾ ഇടറിപ്പോയത്. കാരണം ദൈവത്തെ ഇങ്ങനെ മനുഷ്യൻ പിടിച്ചുകൊണ്ടുപോയി വിചാരണ ചെയ്യാൻ ഒക്കുമെന്ന് എങ്ങനെയാണ് പത്രോസ് വിശ്വസിക്കേണ്ടത്? അതുകൊണ്ട് ആ സമയത്ത് അവൻ ഇടറിപ്പോയി. അതുപോലെ മനസ്സിലാക്കേണ്ടതാണെന്നാണ് കീർക്കെഗാർഡ് പറയുന്നത്. അത് വളരെ ശരിയാണ്. അപ്പം ഇത് മനുഷ്യൻ്റെ ഒരു പരിമിതിയാണ്. എന്നാൽ ആ പരിമിതിയിൽ നിന്ന് നമ്മെ വിടുവിക്കുന്നതിനാണ് സത്യത്തിൻ്റെ ആരൂപമായ ക്രിസ്തു ദൈവം മനുഷ്യനായി തീർന്ന്, മനുഷ്യപുത്രനായി തീർന്നത് എന്ന് നാം മനസ്സിലാക്കുക. അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് ജെയിംസ് മനസ്സിലാക്കേണ്ട കാര്യം, ദൈവമുണ്ടോ ഇല്ലയോ എന്നതിൻ്റെ ഏക തെളിവ് മനുഷ്യനാണ്. അതുകൊണ്ടാണ് വേദപുസ്തകം ആരംഭിക്കുമ്പോൾ ദൈവം മനുഷ്യനെ സ്വന്തം രൂപത്തിലും സാദൃശ്യത്തിലും സൃഷ്ടിച്ചു എന്ന് പറയും. എന്നാൽ അങ്ങനെ സൃഷ്ടിക്കപ്പെട്ട മനുഷ്യൻ അവൻ്റെ സൃഷ്ടിയിൽ അടങ്ങിയിരിക്കുന്ന ആത്മീയമായ അച്ചടക്കവും ലക്ഷ്യവും മാനിക്കാതെ മൃഗത്തെ പോലെ ജീവിക്കുമ്പോൾ ദൈവം ഉണ്ടോ ഇല്ലയോ എന്ന സംശയം അവനാണ് ജനിപ്പിക്കുകയും അവൻ തന്നെ ജനിപ്പിക്കുന്ന സത്യത്തെ ഭ്രമത്തെ സത്യമാണെന്ന് തെറ്റിദ്ധരിച്ച് അതിനെ അള്ളിപ്പിടിച്ച് അത് മറ്റുള്ളവരിൽ അടിച്ചേൽപ്പിക്കാനായി ഇങ്ങനെ തത്രപ്പെടുകയും ചെയ്യുന്നത് എന്ന പാവപ്പെട്ട ജെയിംസ് മനസ്സിലാക്കുന്നില്ല എന്നത് അദ്ദേഹത്തോടുള്ള വാത്സല്യം കൊണ്ടും ഞാൻ ഈ തരുണത്തിൽ സൂചിപ്പിക്കട്ടെ. അപ്പം അതുകൊണ്ട് ദൈവം ഉണ്ടോ ഇല്ലയോ എന്ന്, ദൈവം ഇല്ല എന്ന് മനസ്സിലേക്ക് തെളിയിക്കാൻ സാധിക്കുന്നത്. ഇപ്പം T.S. Eliot എന്ന് പറയുന്നൊരു വലിയ സാഹിത്യകാരൻ നിങ്ങൾക്ക് പരിചയമുണ്ടായിരിക്കും. 20ാം നൂറ്റാണ്ടിൻ്റെ ആദ്യ ഭാഗത്ത് ജീവിച്ചിരുന്ന അദ്ദേഹത്തിൻ്റെ സുപ്രസിദ്ധമായ ഒരു നാടകമാണ് മർഡർ ഇൻ ദ കത്തീഡ്രൽ. ഞാൻ അനേക വർഷം ആ ടെക്സ്റ്റ് പഠിപ്പിച്ചിട്ടുണ്ട്, അതുകൊണ്ട് എനിക്ക് നല്ല ഓർമ്മയാണ്. അല്ല, അദ്ദേഹം പറയുന്നത്, നിങ്ങൾ ദൈവമില്ല എന്ന് തെളിയിക്കാൻ തത്രപ്പെടുമ്പോൾ പോലും നിങ്ങൾ ദൈവമുണ്ട് എന്ന് തെളിയിക്കുക. ഈവൻ ടു ഡിനൈ ഗോഡ് ഈസ് ടു അഫേം ഗോഡ്. കാരണം എന്താണ്? മനുഷ്യർക്ക് മാത്രമേ ദൈവമില്ല എന്ന ചിന്ത പോലും തോന്നാൻ സാധ്യമാകും. ഒരു മൃഗത്തിനും ആ പ്രശ്നമില്ല. അങ്ങനെ മനുഷ്യർക്ക് ഇപ്രകാരമുള്ള ചിന്ത വരാൻ കാര്യം ചിന്തിക്കാനുള്ള കഴിവ് ഉണ്ടായിട്ടാണ്. ഈ ചിന്തിക്കാനുള്ള കഴിവ് ദൈവമാണ് നൽകിയത്. അതുകൊണ്ട് ആ ചിന്തിക്കാനുള്ള കഴിവ് ഉപയോഗിച്ച് ദൈവം ഇല്ല എന്ന് നിങ്ങൾ പറയുമ്പോഴും ദൈവം ഉണ്ട് എന്ന് നിങ്ങൾ തെളിയിക്കുക എന്നതാണ് T.S. Eliotന്റെ പക്ഷം. ഇതിനെപ്പറ്റി നിങ്ങൾ എന്ത് പറയുന്നു എന്ന് എനിക്കറിയില്ല. എന്നാൽ ദൈവം ഇല്ല എന്ന് നാം പറയുമ്പോൾ വാസ്തവത്തിൽ അതുകൊണ്ട് നാം തെളിയിക്കുന്നത് ആത്യന്തികമായ ദൈവം ഉണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല, പിന്നെയോ എൻ്റെ ഉള്ളിൽ ദൈവത്തിന് ഇടമില്ല എന്ന് മാത്രമേ നമുക്ക് പറയാനാകൂ. ഒറ്റക്കാര്യം നമുക്ക് പറയാം. ജെയിംസിനാകട്ടെ, എനിക്കാകട്ടെ, നിങ്ങൾക്കാകട്ടെ ഒരു കാര്യം പറയാം.
എൻ്റെ ഉള്ളിൽ ദൈവമില്ല എന്ന് വേണമെങ്കിൽ പറയാം. അല്ലെങ്കിൽ എൻ്റെ ഉള്ളിൽ ദൈവത്തിന് ഞാൻ ഇടം കൊടുക്കുന്നില്ല. ഇതാണ് ലോകത്തിലെ സാധ്യത. അതുകൊണ്ടാണ് യേശുക്രിസ്തു ജനിച്ചപ്പോൾ അവൻ്റെ സത്രത്തിൽ അവൻ ഇടമില്ല. ദർ വാസ് നോ പ്ലേസ് ഫോർ ഹിം ഇൻ ദ ഇൻ. ആ സത്രം എന്ന് പറയുന്നത് മനുഷ്യൻ്റെ അവസ്ഥയാണ്, ഓരോ വ്യക്തിയുടെയും അവസ്ഥയാണ്. അതിനകത്ത് ദൈവത്തിന് ഇടമില്ല, യേശുവിന് ഇടമില്ല എന്ന് പറഞ്ഞാൽ അത് ശരിയാണ്. എൻ്റെ ഉള്ളിൽ ദൈവത്തിന് ഇടമില്ല, അതുകൊണ്ട് ദൈവമില്ല എന്ന് പറയണമെങ്കിൽ ഞാൻ ഹെയ്ഗലിൻ്റെ ഉദാഹരണം ആശ്രയിച്ച് പറഞ്ഞതുപോലെ എലിപ്പൊത്തിൽ സിംഹമില്ല എന്നത് ഈ ലോകത്തിലെങ്ങും സിംഹമില്ല എന്നതിൻ്റെ മതിയായ തെളിവാണെന്ന് പറയുന്ന ബുദ്ധി മാത്രമേ അതിലുള്ളൂ എന്നാണ് ടി.എസ്. എലിയറ്റിനെ പോലെ ഞാനും മനസ്സിലാക്കിയിരിക്കും. അപ്പോൾ ഇത് യേശുക്രിസ്തുവിൻ്റെ പഠിപ്പീരിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഭാഗമാണ്. എന്താണ്? ദൈവം നിങ്ങളുടെ ഉള്ളിലാണ്. വാസ്തവത്തിൽ യഹൂദ മതവും ക്രിസ്തു മതവും തമ്മിലുള്ള ഏറ്റവും വലിയ വ്യത്യാസം എന്താണെന്ന് ചോദിച്ചാൽ ദൈവം നിങ്ങളുടെ ഉള്ളിലാണ് എന്ന യേശുവിൻ്റെ പഠിപ്പീരാണ്. യഹൂദ മതം നേരെ മറിച്ചാണ്. പക്ഷെ ക്രിസ്തു മതം ഇന്നും നിൽക്കുന്നത് ഈ യഹൂദ മതത്തിൻ്റെ ആ തട്ടിലാണ്. മനുഷ്യൻ്റെ ഉള്ളിലുള്ള ദൈവത്തെ അല്ല, അങ്ങ് മലയുടെ മുകളിലിരിക്കുന്ന ദൈവത്തെ. നമുക്കറിയാം, ശബരിക്കാരസിയോടുള്ള സംവാദത്തിൽ യേശു പറഞ്ഞു, ദൈവം ആ മലയിലുമല്ല ഈ മലയിലുമല്ല. കാരണം ലോകത്തിലെ എല്ലാ മതങ്ങളും ദൈവം ആ മലയിലാണ് ഈ മലയിലാണ്, കേരളത്തിലാണ് ശബരിമലയിലാണെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ യേശു പറയുന്നു, ഇതൊക്കെ വളരെ വ്യത്യസ്തമായിട്ട് പറയുന്നു, ദൈവം അവിടെയും ഇവിടെയും ഒന്നും നിന്റെ ഉള്ളിലാണ്, ദൈവരാജ്യം നിന്റെ ഉള്ളിലാണ്. ആ തലത്തിൽ നാം ദൈവത്തെ അറിയുകയും അംഗീകരിക്കുകയും ചെയ്യാതെ അങ്ങ് മലയുടെ മുകളിൽ ദൈവം ഉണ്ടോ ഇല്ലയോ, അങ്ങ് സ്വർഗത്തിലിരുന്ന ഞാൻ പറയുന്ന കാര്യമൊക്കെ അതുപോലെ അനുസരിക്കുന്ന ദൈവം ഉണ്ടെങ്കിൽ ആ ദൈവത്തെ അംഗീകരിക്കാൻ തയ്യാറാണ്. അല്ലെങ്കിൽ ദൈവം എനിക്ക് അതാണിതാണ് എന്ന് പറയുന്ന ഈ ഒരവസ്ഥ ശോചനീയമാണ് എന്നല്ല ഞാൻ എന്ത് പറയുന്നു. അപ്പം അതുകൊണ്ട് ആത്യന്തികമായി സത്യം എന്താണെന്ന് ചോദിച്ചാൽ എവറിഥിങ് ഡിപ്പെൻഡ്സ് ഓൺ യു. അപ്പോൾ നിങ്ങളുടെ ഉള്ളിൽ, എൻ്റെ ഉള്ളിൽ ദൈവത്തിന് ഇടമില്ല എങ്കിൽ ദൈവമില്ല എന്ന് വളരെ ആത്മാർത്ഥമായി വിശ്വസിക്കാനും ശക്തമായി വാദിക്കാനും നോക്കും. യോഹന്നാൻ തൻ്റെ സുവിശേഷത്തിൽ പറയുന്നത്, സകല ജനത്തിനും ഉണ്ടാകേണ്ട വെളിച്ചം ഈ ഭൂമിയിൽ വന്നുകൊണ്ടിരുന്നു, പക്ഷേ ജനം വെളിച്ചത്തെ ഉപേക്ഷിച്ച് അന്ധകാരത്തെ സ്വീകരിച്ചു, കാരണം അവരുടെ പ്രവൃത്തി കൊള്ളരുതാത്തതായിരുന്നു. The light that was to illumine the world was coming into the world, but men preferred darkness to light because their deeds were evil. എന്നാണ്. ഉള്ളിൽ അന്ധകാരമാണെങ്കിൽ പിന്നെ വെളിച്ചമുണ്ടോ ഇല്ലയോ എന്നതിനെപ്പറ്റി ഒരു പ്രതിവാദം നടത്തിയിട്ട് വല്ല കാര്യമുണ്ട്. ഇതാണ് നമ്മുടെ അവസ്ഥ. അപ്പം അതുകൊണ്ട് ഇപ്രകാരമുള്ള ഡിബേറ്റുകൾ തികച്ചും അർത്ഥശൂന്യമാണ്. എങ്കിലും നാം അത് ശ്രദ്ധിക്കണം. കാരണം അവയിൽ കൂടെ മനുഷ്യൻ അകപ്പെട്ടിരിക്കുന്ന അവസ്ഥ എന്ത് എന്ന് കുറച്ചുകൂടെ വ്യക്തമായി മനസ്സിലാക്കാൻ നമ്മെ സഹായിക്കും. അതുകൊണ്ട് മാത്രമാണ് ഇതിനെപ്പറ്റി ഞാനൊരു വീഡിയോ ചെയ്തത്. ഞാൻ വീണ്ടും പറയുന്നു. ഞാൻ ആ വീഡിയോയിൽ നടത്തിയ പരാമർശങ്ങളിൽ കൂടെ ജെയിംസ് എന്ന് പറയുന്ന എൻ്റെ ഇളയ സഹോദരന് വന്നിട്ടുള്ള വൈകാരികമായ ക്ഷതം, അതിൽ ഞാൻ അതീവമായി ദുഃഖിക്കുന്നു. അദ്ദേഹത്തോട് മാപ്പിരക്കുന്നു. സംസാരിച്ചു വന്ന കൂട്ടത്തിൽ അങ്ങനെ ഒരു വാക്കെൻ്റെ മനസ്സിൽ കയറിപ്പോയതാണ്, നാവിൽ കൂടി എടുത്ത് ചാടിയതാണ്. ഒരിക്കലും അങ്ങനെ വരരുതായിരുന്നു. കാരണം ഞാൻ ഇങ്ങനെയുള്ള ഡിബേറ്റിൽ അല്പം പോലും പങ്കെടുക്കാറില്ല. ഒരു കാലത്ത് പങ്കെടുക്കുമായിരുന്നു. പിന്നെ എൻ്റെ വിഡ്ഢിത്തരം എനിക്ക് മനസ്സിലായപ്പോൾ ഞാൻ പരിപൂർണമായി ഉപേക്ഷിച്ചതാണ്. കാരണം ഇത് സത്യത്തെ അന്വേഷിച്ചിട്ടുള്ള ഒരു അഭ്യാസവുമല്ല. ഓരോരുത്തരും വന്ന് അവരുടെ മിടുക്ക് കാണിക്കാനുള്ള വേദിയാണ്. അതുകൊണ്ട് അനേക ആളുകൾ, പ്രത്യേകിച്ച് യുവതീവാക്കന്മാർ തെറ്റിദ്ധാരണ ഉൾക്കൊള്ളുന്നു. അവർ വഴിതെറ്റിപ്പോകാൻ ഇടമുണ്ട്. അവരിൽ ഇടർച്ച ഉണ്ടാക്കുവാൻ ഇങ്ങനെയുള്ള അഭ്യാസങ്ങൾ ഇടയാക്കും എന്നതുകൊണ്ടാണ് ഞാൻ ഇതിനോട് പ്രതികരിച്ചത്. അത് ഉള്ളിലുള്ള വികാരത്തെ കുറച്ചുകൂടെ മൂർച്ചയുള്ളതാക്കിയപ്പോൾ പ്രയോഗിക്കരുതാതിരുന്ന ഒരു വാക്ക് ഞാൻ പ്രയോഗിച്ചു. മൊണ്ണ എന്ന വാക്ക് അത് കേരളത്തിൽ ഇപ്പോൾ എല്ലാവരും പൊതുവെ ഉപയോഗിക്കുന്നതാണ്. എങ്കിലും എനിക്കത് ഉപയോഗിക്കാൻ കൊള്ളാത്ത വാക്കാണ് എന്ന് ഞാൻ സമ്മതിക്കുന്നു. അതുകൊണ്ട് ഒരിക്കൽ കൂടെ ജെയിംസിനോട് മാപ്പ് അപേക്ഷിച്ചുകൊണ്ടും ജെയിംസിനോടും ഷിബു പീഡിയക്കലിനോടും സത്യത്തെ
അന്വേഷിക്കുവാനും അംഗീകരിക്കുവാനുമുള്ള വിശാലത പ്രാപിപ്പാൻ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. അതാണ് പ്രാർത്ഥിക്കേണ്ടത്. അത് ജെയിംസ് പ്രാർത്ഥിച്ചാലും ഒരു ഉത്തരം കിട്ടും, പീഡികയിൽ പ്രാർത്ഥിച്ചാലും ഉത്തരം കിട്ടും. അങ്ങനെയുള്ള പ്രാർത്ഥന ചെവിക്കൊണ്ട് ഉത്തരമുള്ളതൊരു ദൈവമുണ്ട് എന്ന് ഈ ഉള്ളവൻ ആത്മാർത്ഥമായി വിശ്വസിക്കുന്നു. അത് സാക്ഷ്യപ്പെടുത്തുവാൻ ഈ ഒരു വലിയ സംവാദം വഴിയൊരുക്കിയത് അതിൽ തന്നെ ഒരു വലിയ നേട്ടമാണ് എന്നുകൂടെ സമ്മതിച്ചുകൊണ്ട് രണ്ടുപേരോടുമുള്ള എൻ്റെ സ്നേഹവും നന്ദിയും ബഹുമാനവും അറിയിച്ചുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു. നമുക്ക് ഏവർക്കും സർവശക്തനായ ദൈവം നല്ല ബുദ്ധി നൽകണമേ എന്ന് നമുക്ക് മുട്ടിപ്പായി 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 പ്രാർത്ഥിക്കാം. പ്രാർത്ഥന കേട്ട് ഉത്തരമരുളുന്ന ഒരു ദൈവമുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതേസമയം തന്നെ പ്രാർത്ഥനയുടെ ലക്ഷ്യം എന്തായിരിക്കണം എന്ന് ആ ദൈവത്തിന് അറിയാം എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമസ്കാരം.